He's not worth your eyes. He's not worthy. That is why he is alone all alone his life. Evada poyalum aalale reject cheyna because of his stupid egoistic character. Ennattum adu arnittum his daughter, his wife stood by his side and still he dejected them. You will be dejected wherever you go. One day Ajmal and Marsh will turn against you. You will regret. You will come crying. I won't come. I will die. Even if you die, I won't ever come to your Mariyathine etra nalla pole snakes noki. She broke my dress. അവിടെ എല്ലാവരും turned against me. എനിക്ക് പിന്നെ കുഴപ്പമില്ല. ഇവിടെ എന്തൊക്കെ വന്നാലും ഞാൻ ചാച്ചയുടെ കൂടെ നിന്നു. Even when I knew you were from 9th ആ ചാറ്റ് കണ്ടിട്ടും I stood your side. ഞാൻ ഒന്നും പറഞ്ഞില്ല against you. ചാച്ച അമ്മയ്ക്കെതിരെ എന്തൊക്കെ പറഞ്ഞു ഞാൻ എത്ര സപ്പോർട്ട് ചെയ്തു നിന്നു. I was there for you. I knew you were wrong. But you have only me and I have only you. I stood by your side. എന്തും ചെയ്യാൻ തയ്യാർ. Even I was ready to die for you. But you just said, I don't need a daughter like you. You go and die. My ego is big. I was a fool. 20 years of my life. The person who I saw as my role model, as my hero, as my all in all, as my everything. You go die. I don't care. You go. I don't have a dad. I lost my dad. I'm inside. You are not my dad. I don't know who you are and why you are, what your motive is. But you lost my dad. You have killed my dad. അവൾ ഒരു പീച്ചാത്തി എടുത്ത് ഓടിങ് വന്ന് എൻ്റെ നെഞ്ചത്ത് കുത്താൻ തന്നെ ഞാൻ കുത്തി കൊണ്ടുവിടാമെന്ന് ആഞ്ഞ് കുത്തുന്ന് എനിക്ക് തോന്നിയപ്പോൾ ഞാൻ അങ്ങ് തെന്നി മാറിയതും എൻ്റെ കയ്യിൽ കത്തി കൊണ്ട് ഒരു വലിയ ആ പാടവിടെ ഇല്ലേ ഒന്ന് കാണിച്ചു കൊടുക്കാം കണ്ടോ കുത്തുകൊണ്ട് ഞാൻ ചോരയോടെ ഓടി കൊരട്ടി പോലീസ് സ്റ്റേഷനിൽ വീണ്ടും. ഹായ് പ്രിയപ്പെട്ടവരെ, മോട്ടിവേഷൻ ക്ലാസ്സുകളും സുവിശേഷ ക്ലാസ്സുകൾക്കും എടുക്കുന്ന ധ്യാന പ്രസംഗകരായ മാരിയോയും ജിജിയും തമ്മിൽ തല്ലിപ്പിരിഞ്ഞ സാഹചര്യത്തിൽ ഒത്തിരിയേറെ ചർച്ച ചെയ്യപ്പെടുന്നുണ്ട് ഇപ്പോൾ അവരുടെ ജീവിതം. വളരെയേറെ സങ്കടകരമായ ഒരു സ്ഥിതി ഒരു ക്രൈസ്തവ കുടുംബത്തിന് വന്നു ഭവിച്ച ഒരു തകർച്ച വളരെയേറെ നൊമ്പരം ഉണ്ടാകുന്നൊരു കാര്യമാണ്. സാധാരണ വിശ്വാസികളുടെ നിലവാരത്തേക്കാൾ ഉയർന്ന വചനപ്രഘോഷകരാണ് എന്ന് പറയുമ്പോൾ വളരെ മാതൃകാപരമായ ജീവിതമല്ലേ പ്രതീക്ഷിക്കുക ഓരോരുത്തരും. ഭിന്നിപ്പ് കലഹമൊക്കെ സാധാരണ ഉണ്ടാകുന്നതാണെങ്കിലും അതിലുപരി വളരെയേറെ ഭയാനകമായൊരു അന്തരീക്ഷത്തിൽ, അക്രമാസക്തമായൊരു അന്തരീക്ഷത്തിൽ ഭാര്യ ഭർത്താവിനെ കൊല്ലാൻ ശ്രമിക്കുന്നു, ഭർത്താവ് ഭാര്യയെ കൊല്ലാൻ ശ്രമിക്കുന്നു, ഇങ്ങനെയൊക്കെ ആയുധമെടുത്ത് ആക്രമിക്കുന്ന ഒരു സ്ഥിതിവിശേഷം ഇതിനു മുമ്പ് ഉണ്ടായിരുന്നിട്ടുണ്ട്. ആത്മഹത്യാ ശ്രമം ഉണ്ടായിട്ടുണ്ട്. ചെന്നൈയിൽ 2 പ്രാവശ്യം സൂയിസൈഡ് അറ്റംപ്റ്റ് ചെയ്യിപ്പിച്ചു. എനിക്ക് ഒരുപാട് പ്രശ്നങ്ങൾ തന്നു. അവസാനം കറക്കി വളരെയേറെ കൊലവിളിയും ആക്രോശവും പോലീസ് കേസും ഉണ്ടായിട്ടുണ്ടെന്ന് പറയുമ്പോൾ ഇപ്പോഴുണ്ടായ സംഭവമല്ല, ഇതിന് മുൻ വർഷങ്ങളിലെ കാര്യം ഞാൻ പറയുന്നത്. അങ്ങനെ സംഭവം ഉള്ളപ്പോൾ പോലും സ്റ്റേജ് ഷോ എന്ന നിലയിൽ വളരെയേറെ സ്നേഹം അഭിനയിച്ച് ക്ലാസ് എടുക്കുന്നു. ദുർനടപ്പ് ദുശീലമൊക്കെയുള്ള സാധാരണക്കാരൻ്റെ ജീവിതത്തിൽ ഇങ്ങനെ അടിപിടി അക്രമമൊക്കെ പതിവാണ് എന്ന് വിചാരിക്കാം. ഫുൾ ടൈം ആത്മീയ ജീവിതം മീൻ വെള്ളത്തിൽ കിടക്കുന്നു എന്ന് പറയും പോലെ എപ്പോഴും ആത്മീയ പ്രഭാഷണങ്ങളും ആത്മീയ ഉപദേശങ്ങളും സ്റ്റേജ് പ്രസംഗങ്ങളും ഒക്കെ ആയിട്ടിരിക്കുന്നവരെ സംബന്ധിച്ച് അവരുടെ വീട്ടിൽ കുടുംബജീവിതം മക്കൾക്ക് പോലും ഭയം തോന്നുന്ന രീതിയിൽ, മക്കൾക്ക് ഈ മാതാപിതാക്കളുടെ അക്രമങ്ങളൊക്കെ കണ്ടിട്ട് ഭയത്തിന് കിടന്നുറങ്ങാൻ കഴിയാത്ത സ്ഥിതി മക്കൾക്കുണ്ടാകുന്നു എന്ന് പറയുമ്പോൾ എത്ര ദയനീയ സ്ഥിതിയാണത്. ഇനി മറുവശത്ത് മാരിയോ ആക്രമിക്കപ്പെടുന്ന സ്ഥിതിയിൽ പലപ്പോഴും പോലീസ് സ്റ്റേഷനിൽ കേസെടുക്കാൻ പോയിട്ടുണ്ട്. അതും ഇപ്പോഴത്തെ കേസല്ലേ പറയുന്നത്. വർഷങ്ങൾക്ക് മുമ്പൊക്കെ കൊരട്ടി പോലീസ് സ്റ്റേഷനിൽ പലവട്ടം മാരിയോ ഇവളുടെ അക്രമത്തിൽ നിന്നും സംരക്ഷണത്തിന് വേണ്ടിയിട്ട് പോവുകയും അക്രമത്തിനിരയായിട്ട് ചോര വാർന്നൊഴുകി മുറിവേറ്റ് മാരിയോ പോലീസ് സ്റ്റേഷനിൽ പോയിട്ടുണ്ട്. കണ്ടോ, പിച്ചാത്തി എടുത്ത് കുത്തിക്കൊല്ലാൻ ശ്രമിച്ചത്, ചങ്കത്ത് കുത്താൻ ചെന്നപ്പോൾ കുതറി മാറിയപ്പോൾ കയ്യിൽ കുത്തുകൊണ്ടതാണെന്നൊക്കെ പറയുമ്പോൾ എത്രയോ ഭയാനകമായ അന്തരീക്ഷമാണ്. അപ്പോൾ ദൈവം കൂടെയുള്ളവരുടെ ജീവിതമാണെന്ന് ചിന്തിക്കണം. ഏത് ദൈവമാണ് കൂടെയുള്ളത്? ധ്യാന പ്രസംഗങ്ങളാണ്, അത്ഭുത പ്രവചനങ്ങൾ, ദർശന വരങ്ങളെല്ലാം ഇവർക്കുണ്ട്, രോഗശാന്തി വരമൊക്കെ ഉണ്ട്. അപ്പോൾ സാധാരണ മനുഷ്യനിൽ ദൈവസാന്നിധ്യം കുടികൊള്ളുന്നത് പോലെയല്ല, അതിലുപരി വളരെയേറെ ദൈവസാന്നിധ്യം കുടികൊള്ളുന്ന അനുദിനം കുദാശകളിലൂടെയൊക്കെ പോഷിപ്പിക്കപ്പെടുന്നവരാണ് എന്ന നിലയിൽ പതിവായി ഇതുപോലെ അക്രമത്തിന് ഇരയാവുകയും അക്രമയാവുകയും ചെയ്യുന്ന സ്ഥിതി
ഉണ്ടായിട്ടുണ്ടെന്ന് പറയുമ്പോൾ ഇവരോടൊപ്പമുള്ള ദൈവം ഏത് ദൈവമാണ്? എനിക്ക് അവനാ വേണ്ടേ, ആ കുണ്ടനാണ് വേണ്ടെന്ന് പറഞ്ഞു ഇല്ലേ? ആ കുണ്ടൻ ഹോമോസെക്സ് അവനെയാ വേണ്ടെന്ന് പറഞ്ഞു. എനിക്ക് ഇവര് വേണ്ട, നീ ചത്തോ, നിങ്ങൾ 3 പേരും ചത്തോ എന്ന് പറഞ്ഞു. ഭാര്യയ്ക്ക് തെറ്റായ ചില ബന്ധങ്ങൾ ആരോപിക്കുന്നു. ഇവിടെ മദ്യപാനം സ്ത്രീക്കുണ്ടെന്നും ഈ മദ്യപാനം രാവിലെ മുതൽ വൈകുന്നേരം വരെ മദ്യപിക്കുമെന്നും പറയുമ്പോൾ സ്ഥിതി എന്താണ്? അപ്പോൾ ക്ലാസ് എടുക്കുന്നതും മദ്യപിച്ചിട്ടാണെന്നാണ് വിചാരിക്കേണ്ടത്. ഈ മദ്യപിച്ച് ക്ലാസ് എടുക്കാൻ ഭർത്താവ് കൊണ്ടുപോയിരുന്നു ഭാര്യയെ. ഇനി ഭർത്താവ് മദ്യപിച്ചാണ് ക്ലാസ് എടുക്കുന്നത് എന്നുള്ളത് ഭാര്യ പറഞ്ഞാൽ നമുക്ക് അറിയുള്ളൂ, അത് മറ്റൊരു കാര്യം. ഇവരിൽ പ്രവർത്തിക്കുന്നത് ഏത് ദൈവമെന്ന് നമ്മൾ ചിന്തിക്കണ്ടേ? വളരെ പ്രശസ്തരായ ധ്യാന പ്രഘോഷകരുടെ കാര്യമാണ് നമ്മൾ പരിഗണിക്കുന്നത്. അപ്പോൾ പൊതുവെയുള്ള ധ്യാന പ്രഘോഷകർ പലരും ഈ നിലവാരത്തിലൊക്കെ ആണെന്നല്ല ചിന്തിക്കേണ്ടത്. മാരിയയുടെ ഭാര്യയാകേണ്ടി വന്നതിനെക്കുറിച്ച് ദൈവത്തിൻ്റെ പദ്ധതി ആയിരുന്നു എന്നുള്ളതും അതിനുവേണ്ടി ദൈവം ജിജിയെ ഒരുക്കി എന്നതും ജിജി പ്രസംഗിക്കുന്നത് കേൾക്കാം. അതിൽ പറയുന്നുണ്ട് +1 പഠനം അവതാളത്തിലാക്കിയത് ദൈവമാണെന്ന്. ദൈവം ഒരാളെ തോൽപ്പിക്കാനോ പഠനം മുടക്കാനോ ശ്രമിക്കും എന്നല്ലേ ഇപ്പോൾ പറയുന്നത്. അപ്പോൾ അത് ഏത് ദൈവമാണ്? സ്വർഗത്തിലെ ദൈവമല്ലെന്ന് നമുക്ക് വിചാരിക്കാമല്ലോ. അതുപോലെ 2 ആത്മഹത്യാശ്രമങ്ങൾ, സൂയിസൈഡ് അറ്റംപ്ഷൻ 2 ദൈവം ചെയ്യിപ്പിച്ചു എന്നാ പറഞ്ഞത്. 19 വർഷമായി വിവാഹം കഴിഞ്ഞിട്ട്, പക്ഷേ അദ്ദേഹത്തിന്റെ അടുത്ത് എന്നെ എത്തിക്കാൻ ദൈവം എനിക്ക് ഒരുപാട് പണി തന്നു. 11ാം ക്ലാസ്സിലെ പഠിത്തം മുടക്കി, ചെന്നൈയിൽ 2 പ്രാവശ്യം സൂയിസൈഡ് അറ്റംപ്റ്റ് ചെയ്യിപ്പിച്ചു, എനിക്ക് ഒരുപാട് പ്രശ്നങ്ങൾ തന്നു. അവസാനം കറക്കി 26ാമത്തെ വയസ്സിൽ അദ്ദേഹത്തിന്റെ മുന്നിൽ കൊണ്ടെത്തിച്ചു. അദ്ദേഹത്തെ കണ്ടെത്തി 3 മാസത്തിനകത്ത് ഞങ്ങൾ വിവാഹം കഴിച്ചുടനെ. ഏത് ദൈവമാണ്? ആത്മഹത്യ ചെയ്യിപ്പിക്കുന്ന ദൈവമുണ്ടോ? ഉണ്ടെന്ന് മനസ്സിലാക്കണം. അങ്ങനെയല്ലേ ഇവർ പറഞ്ഞത്. അപ്പോൾ ആത്മഹത്യ ചെയ്യിപ്പിക്കുന്ന ദൈവം, പഠനം മുടക്കുന്ന ദൈവം, ഭർത്താവിനെ കുത്തിക്കൊല്ലാൻ പ്രേരിപ്പിക്കുന്ന ദൈവം, അതുപോലെ ഭാര്യയെ ആക്രമിക്കാൻ പ്രേരിപ്പിക്കുന്ന ദൈവം, ഇങ്ങനെയൊക്കെയുള്ളൊരു ദൈവത്തെ ആണ് ഇവർ കൊണ്ടു നടക്കുന്നത്. യഥാർത്ഥത്തിൽ ഞാൻ പറയുന്നത് ക്രൈസ്തവ സമൂഹത്തിൽ ഏകസത്യ ദൈവം മാത്രമല്ല, പല ദൈവങ്ങളുണ്ട്. ചില ധ്യാനകേന്ദ്രങ്ങൾക്ക് സ്പെഷ്യൽ ദൈവം ഉണ്ടെന്ന് എനിക്ക് സംശയമുള്ളതാണ്. ഞാൻ ഇതൊന്നും അറിയാൻ മേലാത്ത ആളാണെന്ന് നിങ്ങൾ വിചാരിക്കരുത്. 30 കൊല്ലത്തോളമായുള്ള ആത്മീയ ശുശ്രൂഷ, ധ്യാനപ്രസംഗം, ആത്മാർക്ക് വേണ്ടിയുള്ള ധ്യാനം, സിസ്റ്റേഴ്സിന് വേണ്ടിയുള്ള ധ്യാനം, ഇങ്ങനെ ധ്യാനങ്ങൾ നടത്തുന്ന ആൾ, ഡിവൈനിലും മറ്റ് പല ധ്യാനകേന്ദ്രങ്ങളിലും ചുമതലപൂർവ്വം ക്ലാസ് എടുത്തിട്ടുള്ള, പല ചുമതല നിർവഹിച്ചിട്ടുള്ള ആൾ, നിരവധി ധ്യാനങ്ങൾ കോർഡിനേറ്റ് ചെയ്തത്. അപ്പോൾ ഈ തരത്തിലൊക്കെ പ്രവർത്തിച്ച് നിരവധി ധ്യാനഗുരുക്കന്മാർ, കേരളത്തിലെ പ്രശസ്തരായ നിരവധി ധ്യാനഗുരുക്കരുമായി സഹകരിച്ച് പ്രവർത്തിക്കാൻ ഇടയായിട്ടുണ്ട്. ഞാൻ എഴുതിയ ലേഖനങ്ങൾ, സമകാലിക പ്രസിദ്ധീകരണങ്ങൾ, ആത്മീയ ലേഖനങ്ങൾ പബ്ലിഷ് ചെയ്തിട്ടുള്ളതും, ഞാൻ എഴുതിയ ആത്മീയ പുസ്തകങ്ങൾ പബ്ലിഷ് ചെയ്തിട്ടുള്ളതും, പ്രമുഖ ധ്യാനഗുരുക്കന്മാർ എൻ്റെ പുസ്തകങ്ങൾ വാങ്ങി അനേകർക്ക് കൊടുത്തിട്ടുള്ളതൊക്കെ. ആ നിലയിൽ ഞാൻ ഇതൊന്നും വിലയിരുത്താൻ പറ്റുന്ന ആളല്ലെന്ന് നിങ്ങൾ വിചാരിക്കരുത്. അതുകൊണ്ട് പറഞ്ഞതാണ്, അല്ലാതെ എൻ്റെ ഒരു മഹിമ പറഞ്ഞതല്ല. അപ്പോൾ ചില ധ്യാനകേന്ദ്രങ്ങളിൽ വേറെ ദൈവമാണെന്ന് എനിക്ക് തോന്നിയിട്ടുണ്ട്. കാരണം പല സാധാരണ ധ്യാനകേന്ദ്രങ്ങളിൽ പോയി നടക്കാത്ത കാര്യം ഒരു ധ്യാന സെൻറ്ററിൽ പോയി അവർ പറയുമ്പോൾ ചില കാര്യങ്ങൾ ചെയ്ത് നടക്കുന്നുവെങ്കിൽ അത് വേറെ ദൈവത്തിൻ്റെ പ്രവൃത്തിയാണ്, വേറൊരു കാര്യങ്ങൾ ചെയ്യേണ്ടത്. അവിടെ വേറൊരു ദൈവം. ഈ രീതി ചിന്തിക്കുമ്പോഴാണ് കരിസ്മാറ്റിക് മൂവ്മെൻറ്റിൽ തന്നെ ഡിവൈനിനെ കുറിച്ച് കരിസ്മാറ്റിക് നേതാക്കന്മാർക്കിടയിൽ, കരിസ്മാറ്റിക്കിൻ്റെ ടോപ്പിലുള്ള അച്ഛന്മാർക്കിടയിൽ തന്നെ മുമ്പ് ഒത്തിരിയേറെ തർക്കങ്ങൾ വിഷയം ഉണ്ടായിട്ടുണ്ട്. ഡിവൈനിൽ ഒരു പൈശാചിക അരൂപിയാണ് പ്രവർത്തിക്കുന്നത്. അവർ സാധാരണ കരിസ്മാറ്റിക്കിൻ്റെ ചട്ടക്കൂടിയിൽ പോലും നിൽക്കുന്നില്ല, അവരുടെ രീതി ഒരു പ്രത്യേകതയാണെന്നൊക്കെ പറഞ്ഞത്. അപ്പോൾ ഇതൊക്കെ ചിന്തിക്കുമ്പോഴാണ് അങ്ങനെ ഓരോ ധ്യാന സെൻറ്ററിലും വേറെ വേറെ ദൈവങ്ങളുണ്ട് എന്ന് വരികയോ, ചില ധ്യാന ടീമിൽ വേറെ ദൈവങ്ങളുണ്ടെന്നോ, അങ്ങനെയൊക്കെ ചിന്തിക്കുമ്പോൾ കത്തോലിക്കരായ ഈ വചനപ്രഘോഷകർക്കിടയിൽ മറ്റൊരു ദൈവം പ്രവർത്തിക്കുന്നില്ല മനസ്സിലാക്കേണ്ടത്. യഥാർത്ഥത്തിൽ അങ്ങനെ ഒരു ദൈവം എന്ന് പറയുമ്പോൾ യഥാർത്ഥത്തിൽ അത് ഏത് അരൂപിയാണ്? പല ദൈവങ്ങളും ലോകത്തിലുണ്ട്. ഏക സത്യദൈവം, സൃഷ്ടാവായ, പ്രപഞ്ച സൃഷ്ടാവായ ഏക സത്യദൈവം അല്ലാതെ മറ്റൊരു ദൈവം നമ്മുടെ വചനപ്രഘോഷകരെയും നമ്മുടെ ശുശ്രൂഷ മേഖലകളിൽ നയിക്കുന്നു എന്നും ബലമായി സംശയിക്കേണ്ടതുണ്ട്. പ്രത്യേകിച്ച് പെന്തക്കോസ്റ്റിലേക്ക് ഒരാൾ പോയാൽ അയാൾ ദൈവത്തെ തന്നെ മാറി എന്നുള്ളതാണ്. ക്രൈസ്തവനായി കാലങ്ങൾ നിലകൊള്ളുമ്പോഴുള്ള ദൈവമല്ല, മറ്റൊരു ദൈവമാണെന്ന ഫലത്തിലെ അവസ്ഥ. പറയുമ്പോൾ ഇപ്പോൾ എല്ലാവരും ഏത് ദൈവത്തെ വിളിച്ചാലും കേൾക്കാൻ ഒരു ദൈവമല്ലേ ഉള്ളൂ എന്ന് പറഞ്ഞ് മലയാറ്റൂർ മലയ്ക്ക് പോയാലും ശബരിമലയ്ക്ക് പോയി വിളിച്ചാലും മുസ്ലിം പള്ളിയിൽ നിന്ന് വിളിച്ചാലും ക്രിസ്ത്യൻ പള്ളിയിൽ നിന്ന് വിളിച്ചാലും ഒരു ദൈവമല്ലേ കേൾക്കാനുള്ളൂ എന്ന് പറയുന്ന ചില വിവരദോഷികളുണ്ട്. അത്രയ്ക്ക് ഞാൻ വളർന്നിട്ടില്ല പറയാം. അതുകൊണ്ട് ഞാൻ പറയുകയാണ്, തങ്ങൾ ആരാധിക്കുന്ന ദൈവം മാറിപ്പോകുന്നുണ്ട്. പെന്തക്കോസ്റ്റിൽ പോകുന്നതോടെ, പെന്തക്കോസ്റ്റിൻ്റെ ഒരു സഭയല്ല കേട്ടോ, അത് നിരവധി ആ ടൈപ്പുള്ള സഭകളെ മൊത്തത്തിലാണ്, പല പേരിൽ പറയുന്ന ന്യൂജന സഭകളൊക്കെ ആട്ടെ. അപ്പോൾ അങ്ങോട്ട് പോകുന്നതോടെ മാറി. അതിൽ തന്നെയും ഒരു സഭയിൽ നിന്ന് വേറൊരു സഭയിലേക്ക് പോകുമ്പോൾ ദൈവം ഒന്ന് മാറി. കാരണം അവരുടെ രീതികളും കാഴ്ചപ്പാടൊക്കെ മാറി. അപ്പോൾ ദൈവം അങ്ങനെ മാറുന്നതുപോലെ ചില ധ്യാന സെൻറ്ററിൽ പോയാൽ ചിലർക്ക് ചൊവ്വാവില്ല, ചില ധ്യാനഗുരുക്കന്മാർ കൈവച്ചാൽ ചൊവ്വാവില്ല, അതോടെ മുടിഞ്ഞു പോകുന്നവരുണ്ട്.
യഥാർത്ഥത്തിൽ ഞാൻ ഒത്തിരിയേറെ നിരീക്ഷിച്ച വിഷയമാണ്. ചില ധ്യാനഗുരുക്കന്മാരുടെ കൈവെപ്പ് കിട്ടിയതോടെ ആളാകെ മുടിഞ്ഞുപോയി. ചില കന്യാസ്ത്രീകളുടെ ധ്യാനത്തിൽ പങ്കെടുത്തിട്ട് മുടിഞ്ഞുപോയ കുട്ടികളുണ്ട്. പരീക്ഷാ വിജയത്തിന് വേണ്ടിയിട്ടുള്ള ഒരുക്ക ധ്യാനത്തിന് വന്ന കന്യാസ്ത്രീകളുടെ ധ്യാനത്തിന് പങ്കെടുത്തതിൻ്റെ പേരിൽ അന്ന് തുടങ്ങിയ പ്രശ്നങ്ങൾ ആ കൈവെപ്പോട് കൂടി തുളഞ്ഞു പോയവരുണ്ട്. അങ്ങനെ പലരും എൻ്റെ അടുത്ത് പ്രാർത്ഥിക്കാൻ വന്നിട്ടുണ്ട്. അപ്പം ഞാൻ ചോദിച്ചു, നിങ്ങൾ ആ ധ്യാനത്തിന് പോകാൻ പാടുണ്ടോ? അത് പൈശാചികമാണെന്നുള്ളത് നിങ്ങൾക്ക് അറിയാവുന്നതല്ലേ? അറിയാമായിരുന്നു, ഞങ്ങൾ വിടുന്നില്ലായിരുന്നു. കൊച്ചിന് പനിയൊക്കെ അല്പമുണ്ടായിരുന്നുണ്ട്, അതിൻ്റെ പേരിൽ ധ്യാനത്തിന് പോകണ്ടെന്ന് വെച്ചതാണ്. അവിടുന്ന് വികാരിച്ച് നിർബന്ധിക്കുകയാണ്. പനിയൊക്കെ ആണെങ്കിൽ വന്നോളൂ, അസുഖം ഭേദമാവും, രോഗശാന്തി വരെ ഉള്ളവരാണെന്നാണ് പറഞ്ഞത്. അങ്ങനെ ബലം പിടിച്ചച്ഛൻ കൊണ്ടുപോയതാണ്. അങ്ങനെ 1-2 ദിവസത്തെ ധ്യാനം കഴിഞ്ഞതാണ്. അതോടെ തന്നെ കുഞ്ഞിൻ്റെ സ്വഭാവം മാറി. അടുക്കളയെല്ലാം തല്ലിപ്പൊട്ടിക്കുക, ഉറക്കം തൂങ്ങുക, പഠിക്കുകയല്ല. പരീക്ഷ അടുത്ത് വന്നപ്പോഴാണ്, പരീക്ഷ ഒരുക്ക ധ്യാനത്തിനാണ്. പിന്നെ അതൊക്കെ ബന്ധിച്ച് നിരൂപമാക്കി ആ കന്യാസ്ത്രീമാരിലും ആ ധ്യാന ടീമിലും പ്രവർത്തിക്കുന്ന പൈശാചിക അരൂപിയെ ബന്ധിച്ച് ബഹിഷ്കരിച്ച ശേഷമാണ് ആ കുട്ടിക്ക് പെട്ടെന്ന് ഡെലിവറൻസ് കിട്ടിയത്. പെട്ടെന്ന് പരിഹരിച്ചു. പിന്നെ മിടുക്കിയായി എല്ലാം ശാന്തമായി ചെയ്യുന്ന ആ വീട്ടിലെ ഏറ്റവും നല്ല കുട്ടിയായി തന്നെ അവൾ തുടരുകയും ചെയ്യുന്നു. അപ്പോൾ ഇതുപോലെയുള്ള പല സംഭവങ്ങളും എനിക്കറിയാം. ചില ധ്യാന സെൻ്ററിൽ പോയതിൻ്റെ പേരിൽ പ്രശ്നമുണ്ടായത്. അപ്പോൾ പ്രശ്നം പലതും ഉണ്ടായത്. അസുഖങ്ങളുള്ളവരുണ്ട്, അതല്ല മറ്റ് ചില വൈകാരിക പ്രശ്നങ്ങൾ ഉണ്ടായിട്ടുള്ളവരുണ്ട്. അപ്പോൾ ഒരു ധ്യാന സെൻ്ററിൽ പോയി ധ്യാനം കൂടി വന്ന ശേഷം ഒരു ധ്യാന സെൻ്ററിൽ പോയിട്ട് ചെന്ന് അന്ന് പനി തുടങ്ങിയ ശേഷം ആ പനി മാറാതെ അവർ വളരെയേറെ ദുരിതം അനുഭവിച്ച് ധ്യാന ദിവസങ്ങൾ മുഴുവനും ദുരിതം അനുഭവിച്ചിട്ട് തിരികെ വരാൻ നേരത്തും ധ്യാന സെൻ്ററിലെ മെയിൻ ഗുരു ഉൾപ്പെടെ സകലരും അവരെല്ലാവരും കൂടി ആവുന്നത് ചെയ്തതാണ്. ഒരു ഫലമില്ലാതെ വീട്ടിൽ വന്ന് 2 ദിവസം കഴിഞ്ഞിട്ടും അറിയില്ല. ഞാൻ പ്രാർത്ഥിച്ച് അതിൻ്റെ സന്ദേശങ്ങൾ എടുത്തപ്പോൾ പടയാളം എനിക്ക് കിട്ടി. അതുമായി ബന്ധപ്പെട്ട ആ ധ്യാന സെൻ്ററുമായിട്ട് ബന്ധപ്പെട്ട പൈശാചിക അരൂപി എനിക്ക് ധാരണയുണ്ടായിരുന്നു. അതുകൊണ്ട് തന്നെ അത് ബന്ധിച്ച് ബഹിഷ്കരിച്ചതോടെ കൊലകൊമ്പന്മാർ ആശാമാരെല്ലാം നോക്കിയിട്ട് നടക്കാത്ത കാര്യമായിരുന്നു. അവരൊക്കെ ആ ദുഷ്ടാരിയുടെ പിടിയിലായതുകൊണ്ട് അവർക്കൊന്നും ചെയ്യാൻ പറ്റില്ല. അതുകൊണ്ടാണ് പറ്റിയത്. ഞാൻ അവരൊക്കെ വിലയനായതുകൊണ്ടല്ല, ഞാൻ ആ ദുഷ്ടാരിയുടെ പിടിയിൽ പെട്ടില്ലാത്തത് കൊണ്ട് എനിക്കത് ബന്ധിച്ച് ബഹിഷ്കരിക്കാൻ പറ്റി. ഇങ്ങനെയൊക്കെ നിരവധി സംഭവങ്ങളൊക്കെ ഉള്ളപ്പോഴാണ് ഈ ഓരോ ധ്യാന സെൻ്ററിലും ഓരോ ധ്യാന ടീമിലും ഓരോ ദൈവങ്ങൾ. ഫിലോക്കാലിയയ്ക്ക് വേറൊരു ദൈവമല്ലേ? മുസ്ലിം ബന്ധം ഉണ്ടായിരുന്നവരെ തന്നെ കൂടെ ചേർത്ത് നിർത്തിയിരിക്കുന്നു എന്നല്ലേ മനസ്സിലാക്കേണ്ടത്? മുസ്ലിം പേരല്ലാത്തവരുണ്ടെങ്കിൽ അവരുടെ ഭാര്യ മുസ്ലിമാണ്, അവർക്ക് മുസ്ലിം ബന്ധങ്ങളുണ്ട് എന്നുള്ളത്. ഈ മുസ്ലിം ബന്ധമുള്ളവരുടെ ഒരു സംഘം എന്തുകൊണ്ട് രൂപീകരിക്കാൻ ഇടവരുന്നു കത്തോലിക്ക സഭയിൽ? അപ്പോൾ ഇതൊക്കെ വെച്ച് നോക്കുമ്പോഴാണ് ഇവരെ വർഷങ്ങളായി ഇങ്ങനെയുള്ള സംഘർഷങ്ങളും അക്രമവും കൊലവിളിയും ആത്മഹത്യാശ്രമവും കത്തിക്കുത്തും ഒക്കെയായിട്ട് കഴിയുന്ന ഒരു കുടുംബം. അവരുടെ കൈവെപ്പിനായി ആൾക്കാർ ക്യൂ നിൽക്കുന്നു. അവരുടെ പ്രാർത്ഥന വഴി അഭിഷേകം പ്രാപിക്കാൻ ജനങ്ങൾ ക്യൂ നിൽക്കുന്നു. പിശാചിനെ ബഹിഷ്കരിക്കാൻ വേണ്ടിയിട്ട് പലയിടത്തും പോയി നടക്കാതെ വരുമ്പോൾ ഇവർ ബന്ധിച്ച് ബഹിഷ്കരിച്ചാലാണ് പോവുക എന്ന് പറഞ്ഞ് പിശാച് ബാധയിൽ നിന്നും രക്ഷപ്പെടാൻ വേണ്ടിയിട്ട് ഇവരുടെ കൈവെപ്പിന് പോകുന്നു. സത്യത്തിൽ ഇവരിൽ നിന്നല്ലേ പിശാചിനെ ബഹിഷ്കരിക്കേണ്ടത്? യഥാർത്ഥത്തിൽ ഈ ഭാര്യയിൽ നിന്നും ഈ ഭർത്താവിൽ നിന്നും പിശാചിനെ ബഹിഷ്കരിക്കേണ്ടതല്ലേ? അതിനൊരു എക്സോസിസ്റ്റ്, രൂപതയിലെ എക്സോസിസ്റ്റിനെ വിളിച്ച് ഇവർ രണ്ടുപേരിൽ നിന്നും പിശാച് ബാധ ഒഴിപ്പിച്ചാലല്ലേ ആ വീട്ടിൽ കുഞ്ഞുങ്ങൾക്ക് സമാധാനമായി കിടന്നുറങ്ങാൻ പറ്റുള്ളൂ. പിശാച് ബാധയുടെ ലക്ഷണങ്ങളല്ലേ ഈ പറയുന്ന ഈ കൊലവിളിയും അക്രമവും ആത്മഹത്യാശ്രമങ്ങളും എപ്പോഴും പതിവായി ഇങ്ങനെ നടന്നുകൊണ്ടിരിക്കുക എന്ന് പറയുന്നത്. സാധാരണ വിശ്വാസികൾ കുടുംബത്തിൽ പോലും നടക്കരുതാത്ത കാര്യങ്ങൾ, ഭയാനകമായ അന്തരീക്ഷം ഇവരുടെ കുടുംബത്തിൽ സ്ഥിരം നടന്നുകൊണ്ടിരിക്കുന്നു എന്ന് പറയുമ്പോൾ ഇവരിൽ മറ്റേതോ ദൈവശക്തി പ്രവർത്തിക്കുന്നുണ്ട്. അതുകൊണ്ട് തന്നെ കത്തോലിക്ക കരിസ്മാറ്റിക് മേഖലയിലെ ദൈവിക ശുശ്രൂഷകളിൽ ദൈവികതയുടെ പേരിൽ പൈശാചികത കടന്നുകൂടിയിട്ടുണ്ട്. നിരവധി ദേവന്മാരോ നിരവധി പിശാചുക്കൾ മറ്റു പല മതസ്ഥരുടെ ആരാധനാമൂർത്തികൾ നമ്മുടെ വിശ്വാസികളെ ഭരിക്കുന്നു, നമ്മുടെ വിശ്വാസികളുടെ കുടുംബങ്ങളെ ഭരിക്കുന്നു, കുടുംബങ്ങളിൽ പ്രശ്നങ്ങൾ ഉണ്ടാക്കുന്നു, ആത്മഹത്യ പോലും ചെയ്യിപ്പിക്കുന്നു എന്നാണ് മനസ്സിലാക്കേണ്ടത്. ദൈവം ആത്മഹത്യാശ്രമം നടത്തിച്ചു എന്നൊക്കെ പറയുമ്പം ആത്മഹത്യ ചെയ്യിപ്പിക്കാൻ തന്നെയല്ലേ ലക്ഷ്യം? ഒരു അഭ്യാസം കാണിക്കാൻ, ഇവിടെ ഒരു ഷോ കാണിക്കാനായിരിക്കില്ലല്ലോ. രക്ഷപ്പെട്ടു പോകുന്നതല്ലേ മറ്റെന്തോ ഭാഗ്യം കൊണ്ട്. നമ്മൾ ചിന്തിക്കേണ്ടതാണ്. നമ്മുടെയൊക്കെ ധ്യാനകേന്ദ്രത്തിൽ നുഴഞ്ഞു കയറിയ നിരവധി പിശാചുകളുണ്ട്. പല മതത്തിൽ നിന്നുള്ള പിശാചുകളുണ്ട്, അല്ലെങ്കിൽ പല പല ദുഷ്ടാരൂപികൾ. ടെറിട്ടോറിയൽ സ്പിരിറ്റ് എന്ന് പറയാമോ? അങ്ങനെ സഭയുടെ ഔദ്യോഗിക ഒരു പഠനമുണ്ട്, ടെറിട്ടോറിയൽ സ്പിരിറ്റ്. ചില പ്രദേശത്ത് പ്രത്യേക ഒരു പൈശാചക്തി പ്രവർത്തിക്കുന്നത് അങ്ങനെ വല്ലതും ആണോ? ഇതിനെക്കുറിച്ച് കൂടുതൽ പഠിക്കണം. പല ധ്യാനപ്രസംഗകരുടെയും കൗൺസിലർമാരുടെയും പല ആത്മീയ ശുശ്രൂഷകരുടെയും അച്ഛന്മാരെ ഉൾപ്പെടെ നമുക്ക് പരിഗണിക്കാം. ആത്മീയ ശുശ്രൂഷകരൊക്കെ ജീവിതം പഠിക്കണം. ആ ജീവിതം പഠിച്ചിട്ട് പൈശാചിക പ്രവർത്തനങ്ങളിൽ, പൈശാചിക ബന്ധനത്തിലാണ് അവരെങ്കിൽ, ആ കുടുംബത്തിൽ പൈശാചിക പ്രവൃത്തി നടക്കുന്നുണ്ടെങ്കിൽ ഈ രൂപതയിൽ നിന്നുള്ള എക്സോസിസ്റ്റ് ബന്ധിച്ച് ബഹിഷ്കരിക്കണം. നല്ല വഴിയുണ്ടാകണം. വളരെയേറെ ദയനീയമായ സ്ഥിതിയാണിത്. ആരും ഇത് സ്ഥിതിയെ ഒരു പുച്ഛത്തോടെ പരിഹാസത്തോടെ കാണരുത്, കാര്യഗൗരവമായി കാണണം ഇത്. ഓക്കെ, അപ്പോൾ ഞാൻ ഈ പറഞ്ഞ വിഷയത്തിൽ നിങ്ങളുടെ അഭിപ്രായം എന്താണ്? നിങ്ങളുടെ അഭിപ്രായം കമൻറ്റ് ചെയ്യണം. ഈ കാര്യത്തിൽ നിസ്സാരമായി തള്ളരുത്. നിങ്ങളുടെ അഭിപ്രായം കമൻറ്റ് ചെയ്യണം. സബ്സ്ക്രൈബ് ചെയ്തില്ലെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യണം, വീഡിയോ ഷെയർ ചെയ്യണം. ഓക്കെ, താങ്ക് യു.